കണ്ണൂരിലെ ബിസിനസ് കൂട്ടായ്മയായ BNIയിൽ കൂടി പിറന്നത് 1200 കോടിയിലധികം രൂപയുടെ ബിസിനസ്. 600-ലധികം ബിസിനസ്സുകാരാണ് കൂട്ടായ്മയിലുള്ളത്. വിവിധ മേഖലയിലെ ബിസിനസ്സുകാർ പരസ്പര സഹകരണത്തോടെ പ്രവർത്തിച്ചതാണ് വ്യാപാര മേഖലയ്ക്ക് നേട്ടമായത്. ഈ വിജയത്തിന്റെ ആഘോഷം മെയ് 3-ന് കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് BNI ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു. പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാർ ചേർന്ന് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക, അവർ പരസ്പരം ബിസിനസ്സുകൾ കൈമാറുക. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധ നേടിയ കൂട്ടായ്മയായ BNI കണ്ണൂരിലും പ്രാവർത്തികമായതോടെ ബിസിനസ്സിലുണ്ടായത് വൻ നേട്ടം. കഴിഞ്ഞ 4 വർഷത്തെ BNIയുടെ കൂട്ടായ്മയിൽ 1200 കോടി രൂപയുടെ ബിസിനസ്സാണ് നടന്നത്. 660 ബിസിനസ്സുകാരാണ് കണ്ണൂർ ജില്ലയിൽ ഈ കൂട്ടായ്മയുടെ ഭാഗം. പരസ്പരം ബിസിനസ്സുകൾ കൈമാറ്റം ചെയ്തതിലൂടെയാണ് 1000 കോടി എന്ന നേട്ടം പിന്നിടാൻ സഹായകമായതെന്ന് BNI ചെയർമാൻ മുഹമ്മദ് നൂർ പറഞ്ഞു. കണ്ണൂരിലുള്ള നേരത്തെയുള്ള ബിസിനസ്സുകാരാണ് എല്ലാവരും. അപ്പോൾ അതിലേക്കാണ് BNI എന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ട് ഈ BNIയുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കച്ചവടക്കാരെ ഒന്നിച്ചു കൂട്ടി. ഇപ്പോൾ കണ്ണൂരിൽ 600 മെമ്പേഴ്സ് ഉണ്ട്. 15 ചാപ്റ്ററിലായിട്ട് കണ്ണൂരും തലശ്ശേരിയും പയ്യന്നൂരും ഇരിട്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ പരസ്പരം ബിസിനസ് റഫറൽ ചെയ്യുക എന്നുള്ളതാണ്. പരസ്പരം ബിസിനസ് കൊടുക്കുക. ഞാൻ അങ്ങോട്ട് ബിസിനസ് കൊടുക്കുന്നു, അതുപോലെ അവർ നമുക്ക് ഇങ്ങോട്ട് ബിസിനസ് തരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ 4 വർഷം കൊണ്ട് 1000 കോടിയുടെ ബിസിനസ് ഞങ്ങൾ പരസ്പരം ചെയ്തു കഴിഞ്ഞു. നമ്മൾ 1000 കോടി എത്തിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സെലിബ്രേഷനെ കുറിച്ച് ആലോചിക്കുന്നതും. 76 രാജ്യങ്ങളിൽ BNI പ്രവർത്തിക്കുന്നുണ്ട്. 3 ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട്. വ്യാപാര മേഖലയ്ക്ക് ഈ കൂട്ടായ്മ മുതൽക്കൂട്ടാവുകയാണെന്ന് ഭാരവാഹിയായ സമിത മോഹനും പറഞ്ഞു. ഇപ്പം BNIനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ 76 രാജ്യങ്ങളിലാണ് BNI ഉള്ളത്. അപ്പം നമ്മൾ ഗ്ലോബലി എടുക്കുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഗ്ലോബലി 3,40,000 മെമ്പേഴ്സ് ഉണ്ട്. 76 രാജ്യങ്ങളിലും 11,000 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമുക്ക് $25.80 ബില്യൺ ആണ് നമ്മൾ അന്യോന്യം ബിസിനസ് ചെയ്തിരിക്കുന്നത്. ഈ BNI ഇന്ത്യയിൽ വരികയാണെങ്കിൽ നമുക്ക് 131 സിറ്റീസിൽ BNI ഉണ്ട് ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ 66,000 മെമ്പേഴ്സും ഉണ്ട്. ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ 161 റീജിയൻസിൽ BNI പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരാശരി 75 ലക്ഷത്തോളം ബിസിനസ്സാണ് നടന്നിരിക്കുന്നത്. ആവറേജ് സീറ്റ് വാല്യൂ ആണ്. അപ്പോൾ കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്തത് ഒരു 100 മെമ്പേഴ്സിന് വെച്ചിട്ടാണ് കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പം 600ഓളം മെമ്പേഴ്സ് BNIയിലുണ്ട്. അപ്പം കണ്ണൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു 4 വർഷ കാലയളവിൽ 2,15,000 റെഫറൽസ് അന്യോന്യം മെമ്പേഴ്സ് തമ്മിൽ പാസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1200 കോടിയിലധികം ബിസിനസ് നടന്നിട്ടുമുണ്ട്. വിവിധ മേഖലകളിലുള്ള സംരംഭകർ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നതിലൂടെ അവർ പരസ്പരം ബിസിനസ്സുകൾ കൈമാറുന്നതാണ് രീതി. ഒരേ സ്വഭാവമുള്ള ബിസിനസ്സുകാർ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ അവർ മറ്റൊരു കൂട്ടായ്മ രൂപീകരിക്കണം. അങ്ങനെ കണ്ണൂരിൽ മാത്രം 15 ചാപ്റ്ററുകൾ നിലവിലുണ്ട്. ഇവയുടെ സംയുക്ത ആഘോഷമാണ് മെയ് 3-ന് കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടക്കുക. ജില്ലയിലെ BNI അംഗങ്ങളായ വ്യാപാര വ്യവസായ മേഖലയിലുള്ളവരും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേരും. രാവിലെ 10 മണി മുതൽ BNI സക്സസ് സാഗ എന്ന പേരിൽ പരിപാടികൾ നടക്കും. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 മണി മുതൽ പിന്നണി ഗായിക റിമി ടോമി നേതൃത്വം നൽകുന്ന കലാവിരുന്നും ഉണ്ടാകും. BNI ഭാരവാഹികളായ ശൈലേഷ് വെള്ളോത്ത്, പ്രവീൺ തോമസ്, B മനോജ് കുമാർ, സയ്യിദ് വാഫി ആബിദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.